ആരിഫ് സാർ നമസ്കാരം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ സനാതന ധർമ്മത്തെപ്പറ്റി നിരന്തരമായി അവഹേളിക്കുന്ന രീതിയിലേക്ക്, സനാതനധർമ്മം എന്തോ മോശമാണ് എന്ന രീതിയിലേക്ക് വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. ഈ സ്റ്റാലിൻ്റെ മകനൊക്കെ, ഉദയനിധി സ്റ്റാലിനൊക്കെ സനാതന ധർമ്മത്തെ എന്താണ് ഉന്മൂലനം ചെയ്യണമെന്ന ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിനെ അതേപടി ഇവിടെയും ഏറ്റുപിടിക്കുകയാണ് പിണറായി വിജയനും ഗോവിന്ദ മാഷും ഒക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു രസകരമായ കാഴ്ച കണ്ടു. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഈ ഗോവിന്ദ മാഷ് വന്നിറങ്ങിയപ്പോൾ ഒരു സ്ത്രീ ഡയറക്റ്റായിട്ട് ഗോവിന്ദൻ മാസ്റ്ററുടെ മുഖത്ത് നോക്കി, നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, എത്ര വിശ്വാസികളെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്, ഈ വിശ്വാസികളുടെയൊക്കെ വോട്ട് നിങ്ങൾ നേടുന്നില്ലേ, സ്ത്രീകളെ നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ എന്നൊക്കെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ഒരു മറുപടി പോലും പറയാൻ പറ്റാത്ത ഗോവിന്ദൻ മാസ്റ്റർ പെട്ടെന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ആലോചിക്കുകയാണ്. ഈ ഗണപതി മിത്താണോ അല്ലയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ അങ്ങും ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ ജയരാജനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ഗണപതി മിത്താണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സെമറ്റിക് മതത്തിന്റെ ദൈവം മിത്താണോ എന്ന് അങ്ങ് ജയരാജനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നത്, നിങ്ങൾ യുക്തിവാദികൾക്ക് ഒരുപക്ഷെ മിത്തായിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോ അതുപോലെയുള്ള ഒരു ഇരട്ട നിലപാടാണ് ഇവിടെ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് CPM ഇപ്പോൾ വളരെ വിപുലമായി ഈ രീതിയിലുള്ള വിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക്, വിശ്വാസത്തെ എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് വിമർശനങ്ങൾ കൂട്ടി വരുന്നത്? ഇത് നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു ചോദ്യമാണ്. ഇപ്പം നമ്മൾ എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ ഇസ്ലാം മത വിമർശനം നടത്തുമ്പോൾ എന്നോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഹിന്ദു മത വിമർശനം നടത്താൻ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അവരോട് പറയാറുണ്ട്, ഹിന്ദു മത വിമർശനം ഏത് കൊച്ചു കുട്ടിക്ക് ഇവിടെ നടത്താം. അതിന് പ്രത്യേക ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യോ, അതല്ലെങ്കിൽ ഏതെങ്കിലും വിധേന നിങ്ങളൊരു ഒരു സ്വാമിയാകേണ്ട ആവശ്യകതയോ അതുമല്ല. നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷനും വേണ്ട, നിങ്ങൾക്ക് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മളൊക്കെ പാടിക്കൊണ്ട് നടന്ന പല പാട്ടുകൾ പോലും അങ്ങനത്തെയാണ്. എന്ന് വെച്ചാൽ അതിലെ സങ്കല്പങ്ങളായാലും അതിലെ കഥകളായാലും അത് കഥയാണെന്ന് പോലുമാണ് നമ്മൾ പറഞ്ഞു വെക്കാറുള്ളത്. എന്ന് വെച്ചാൽ അതൊന്നും നടന്ന സംഭവമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു. ഇപ്പൊ ചന്ദ്രനെ പിളർത്തിയത് ഒരു കഥയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, ഇവിടെ ആകെ പ്രശ്നമായിരിക്കും. അതേസമയം ഇപ്പോ ഹനുമാൻ മലയും ചുമന്ന് പറന്നു പോയത് അതൊരു കഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു രണ്ട് പക്ഷം അവിടെ വരും. കഥയാണ്, അതൊരു ഐതിഹ്യമാണ് എന്ന് പറയാനും ആളുണ്ട്. എന്നാൽ ചിലപ്പോൾ ഇനി അത് സംഭവം അത് പ്രതീകാത്മകമാകാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വരുന്ന ആളുകളുണ്ട്. എന്നാൽ പോലും അത് സത്യമാണെന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. പക്ഷെ ഇത് ഇപ്പുറത്തെ അതല്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ വ്യത്യാസം ഇവിടെ ഉണ്ട്. മതങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇത് പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, സനാതന ധർമ്മത്തെ വിമർശിക്കാൻ പാടില്ല എന്ന ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്നിട്ടാണ് നമ്മളിത് പറയുന്നത് എന്ന രീതിയിലേക്കാണ് അത് വളച്ചുകൊണ്ട് പോവുക. ആദ്യമേ ഞാൻ പറയാണ്, ഏത് മതവും പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് ഇവിടെ ഇന്ത്യ നമുക്ക് മുന്നോട്ട് തരുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് എനിക്കിവിടെ ആദ്യമേ പറയാനുള്ളത്. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇത്ര കാലം ആയിട്ടും നടക്കാത്തൊരു വിമർശനം ഏതെങ്കിലും ഒരു മതത്തിന് നേരെ ഉണ്ടെങ്കിൽ അത് ഹിന്ദുമതമല്ല, അത് ക്രിസ്ത്യാനിറ്റിയും അല്ല, അത് ഇസ്ലാം തന്നെയാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മതവിമർശനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും അന്ധവിശ്വാസങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാന്നൊക്കെ പറയുന്നത്, താൻ കുറച്ചും കൂടി ബുദ്ധിയുള്ള ഒരാളാണ്, ഒരു ഭയങ്കര ഒരു എന്താ പറയുക റാഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, ഭയങ്കരമായ ഒരു കൂടിയ സാധനമാണ് ഞാൻ നിങ്ങളെപ്പോലെ കാണിക്കണമെങ്കിൽ അത് ഒരു ത്വാത്തിക, അതിപ്പോ കമ്മ്യൂണിസ്റ്റുകാരുടെ ലെവലിലേക്ക് വന്നാൽ അങ്ങനെ പറയാം. അതായത് ഞാൻ നിങ്ങളെ മാതിരിയല്ല, എനിക്ക് കുറച്ചും കൂടി ബുദ്ധിയൊക്കെ ഉണ്ട്, ഞാൻ കുറച്ച് ബുദ്ധിജീവിയാണ് എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഇതുപോലെയുള്ള മതവിമർശനം, അതിൽ തന്നെ ഹിന്ദു മതത്തെ ഇതുപോലെയുള്ള കാര്യങ്ങൾ എടുത്ത് പറയാന്നുള്ളത്. അപ്പോൾ ആളുകൾ ധരിക്കുക ഇത് ആദ്യമായിട്ട് ആരോ ചെയ്യുന്നതാണ്, ആരും ചെയ്യാത്ത എന്തോ സാധനമാണെന്ന്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഇത് ഏത് കൊച്ചുകുട്ടിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ താത്വിക ആചാര്യനാകാം, ബുദ്ധിജീവിയാകാം. അതിന് ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഈ ഹിന്ദു മത വിമർശനം നടത്തുക എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയെയും വിമർശിക്കാം, രണ്ടും ഒരുമിച്ച് വിമർശിച്ചാലും പ്രശ്നമില്ല. പക്ഷേ ഈ പറയുന്ന ഒരാൾക്ക് പോലും ഈ പറയുന്ന ഇസ്ലാം മത വിമർശനം നടത്തിയിട്ട് ഇതുപോലെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ചില സാധനങ്ങളൊക്കെ വിറയ്ക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ഗണപതി മിത്ത് എന്നും അള്ളാഹു മിത്ത് എന്ന് പറയാൻ നിങ്ങൾക്ക് പോലും സാധിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് നിങ്ങളും പറഞ്ഞത് ഒരു പ്രമുഖ മതത്തിന്റെ ദൈവം എന്നാണ്. എന്താണ് നിങ്ങൾക്ക് അവിടെ അള്ളാഹു എന്ന് പറയാൻ ഇത്ര ഒരു എന്താ പറയുക ഒരു തടസ്സം? പേടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു തടസ്സമുണ്ട്. ഇത് തന്നെയാണ് പ്രശ്നം. കാരണം അത് വന്നാൽ ചിലപ്പോൾ അത് ചാനലിൽ വന്നാൽ ചാനലിനെതിരെ എന്തെങ്കിലും നീക്കം വരും. നിങ്ങൾക്ക് ഇത് ഗണപതിയേക്കാൾ കൂടുതൽ പേടിയപ്പോൾ അള്ളാഹുവിനെയാണോ? നിങ്ങൾക്ക് ബ്രഹ്മാവിനേക്കാൾ കൂടുതൽ പേടിയപ്പോൾ അള്ളാഹുവിനെയാണോ എന്നതാണ് നമ്മളുടെയും ചോദ്യം.
അപ്പൊ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ പറഞ്ഞ് ഇത് നോർമലൈസ് ചെയ്ത് ഇതിനെ ഡീസെൻസിറ്റൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് എന്റെയൊക്കെ ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മൾ മറ്റു മതങ്ങളിലേക്കോ മറ്റ് മതവിമർശനങ്ങളിലേക്കോ ഫോക്കസ് ചെയ്യാതെ അത് ഏത് കൊച്ചുകുട്ടിക്കും ഇവിടെ ചെയ്യാൻ പറ്റുന്ന അവസരം ഉള്ളതുകൊണ്ട് ഇതുവരെ ചെയ്യാത്ത ഒരു മതമായി ഇസ്ലാമിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിലെ ഓരോ കുരുവും വളരെ സൂക്ഷ്മമായി വളരെ മികച്ച രീതിയിൽ ശാസ്ത്രീയമായി പൊട്ടിച്ച് കളയാൻ നമ്മളിവിടെ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. അത് അവിടെ ഒരു ഡീസെൻസിറ്റൈസേഷൻ നടന്നിട്ടില്ല. ഇനി ഒന്നുകൂടിയും വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നൈർമാല്യം എന്നൊക്കെ പറയുന്ന മൂവി ഒക്കെ ഇറങ്ങിയത് ഏത് കാലത്താണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു വിഗ്രഹത്തിലേക്കൊക്കെ കാർക്കിച്ച് തുപ്പിക്കൊണ്ടുള്ള തരത്തിലുള്ള പിക്ചറൈസേഷൻ. ആ സിനിമയൊക്കെ ഇന്ന് ഞാൻ രണ്ടാമത് കാണുമ്പോഴോ, രണ്ടാമതല്ല ഒരു 4-5 തവണയെങ്കിലും കണ്ടു. കാരണം അത് കുറേം കൂടി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല എന്താ പറയുക മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കാണുമ്പോൾ അതിലെ സ്ക്രിപ്റ്റിലെ ഓരോ സെൻറ്റൻസിലും ഒരു അവജ്ഞ, ഒരു മതനിന്ദ, അതല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ആ ഒരു മതത്തിൻ്റെ ഒരു ക്ഷയിക്കുന്ന ഒരു ഇല്ലത്തിൻ്റെ പ്രതീകം. അതാണ് ആ മതം അവിടെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരു ഇല്ലമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ അത് കാണിക്കുന്നത് അത് ക്ഷയിച്ച ഒരു ഇല്ലമായിട്ടാണ്. അത് തുരുമ്പെടുത്ത് പോയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് 5 പൈസയ്ക്ക് ഗുണമില്ല എന്നുള്ള രീതിയിലാണ് അതിനകത്ത് കാണിച്ചു വെക്കുന്നത്. അതിൻ്റെ അവസാനമാണ് ഒരു അവസാനം ഉണ്ടായിരുന്ന കഴുക്കോലായ ആ ഒരു അതിലെ വെളിച്ചപ്പാട് പോലും അവസാനം അതിനെ തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അവസാനത്തെ കഴുക്കോലും എടുത്തങ്ങ് ഊരി മാറ്റുന്നു എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഏത് കാലത്താണെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി ഇന്നിവിടെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ കാണുന്നത്? ഇവിടെ കാണുന്നത് ഇന്ന് നമുക്ക് നൈർമാല്യം എന്ന് പറയുന്ന ഒരു മൂവി എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇന്നാണെങ്കിൽ അത് സാധിക്കില്ല എന്നാണ് ഞാൻ പറയാം. ഇന്ന് അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ അതിൽ ഓരോ സീനും അത് വെട്ടിമാറ്റുക ഇത് വെട്ടിമാറ്റുക എന്ന് പറയും. കാരണം എന്താണ്? അങ്ങനെ ചിന്തിക്കുന്ന ലെവലിലേക്ക് സെമറ്റൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ ഹിന്ദുമതം. അതിന് ആരാ വഴിവെച്ചത്? കാരണം ഇതുപോലെ ഒരു ചെറിയ വിമർശനമായാൽ പോലും മുഹമ്മദ് നബിയുടെ ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ മുഹമ്മദ് നബി പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഹദീസിൽ എഴുതി വെച്ചൊരു സാധനം പറഞ്ഞാൽ നുപൂർ ശർമ്മയ്ക്കൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയം ഒന്ന് ആലോചിച്ചാൽ മതി. ഹദീസിലുള്ള കാര്യമാണ്, ഞാൻ വിളിച്ച് പറയുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞു എന്നല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെ ഇല്ലേന്ന് പോലും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ അധിക്ഷേപിച്ചാൽ ഞാനും ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയും, അതുകൊണ്ട് നിങ്ങൾ വേണ്ട എന്നേ പറഞ്ഞുള്ളൂ. അതിനുള്ള ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. 7-ാം ആകാശത്തേക്ക് പറന്ന കഥയും അല്ലെങ്കിൽ 6 വയസ്സുകാരിയുടെ കാര്യമൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോഴേക്കും നമ്മൾ കണ്ടത് എന്താണ്? അവരെ കൊല്ലണം, സർ തൻസെ ജുദ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു. അതേപോലെ അവിടെ ഖനയ്യലാലിനെ കഴുത്തറുത്ത് കൊന്നു. ഇതല്ലേ നമ്മൾ കണ്ടത്. ഇതൊന്നും മറ്റു മതങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ മറ്റു മതങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന അവസ്ഥയിലേക്കോ അവരെ കൊണ്ട് ആ രീതിയിൽ ചിന്തിപ്പിക്കുന്ന അവസ്ഥയിലേക്കും ഇവിടെ കൊണ്ടെത്തിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദ മാസ്റ്ററോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ബുദ്ധിജീവി ചമയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു എളുപ്പമുള്ള ഒരു മരം, ചാഞ്ഞു കിടക്കുന്ന ഒരു മരത്തിലേക്ക് ഓടിക്കയറുക എന്നതിനപ്പുറത്തേക്കും ഇതിനൊന്നും ഒരു വിലയും ഇന്നത്തെ തലമുറ, ഇന്നത്തെ ചിന്തിക്കുന്ന തലമുറ, ഇന്നത്തെ ബോധമുള്ള ആളുകൾ നിങ്ങൾക്ക് തരുന്നില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു സെമറ്റൈസേഷൻ നടക്കുകയും ഇത് ഇത്തരത്തിൽ സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു അവകാശമായിട്ട് കണ്ടുകൊണ്ട് ചെയ്യുന്ന മതവിമർശനം എന്ന് പറയുന്ന ഒരു വിഷയത്തെ പോലും അതിവിടെ തടയാനും കൂടിയാണ്. അല്ലെങ്കിൽ ആ ഒരു സംഗതിയെ അതിനെതിരെയുള്ള നിയമങ്ങൾ ഉപയോഗിക്കുന്നതിനൊക്കെ ശക്തിപ്പെടുത്താനും അത് ചെയ്യുന്ന ആളുകളെ അനാവശ്യമായിട്ട് ഫ്രെയിം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിക്കാനും കൂടിയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വഴിവെക്കുന്നത്. അപ്പോൾ ഈ കപട നവോത്ഥാനം അത് അവസാനിപ്പിക്കണം, ആ യന്ത്രം അവസാനിപ്പിക്കണം എന്നാണ്, ഓഫാക്കണം എന്നാണ് എൻ്റെയൊക്കെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും. എന്തായാലും അങ്ങിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അതായത് ഒരു നമ്മുടെ സ്ഥിരം കാണുന്ന കോമഡി ഷോകളിൽ പോലും ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയെയും ഹിന്ദു വിഭാഗത്തെയും മറ്റ് എല്ലാ വിഭാഗങ്ങളെയും എന്താണ് ഒരു കോമഡിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള നിരവധിയായ കോമഡി രംഗങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഇസ്ലാമിനെയോ നബിയെയോ അല്ലെങ്കിൽ അള്ളാഹുവിനെയോ ഒക്കെ എതിർത്തുകൊണ്ട് ഒരു കോമഡി പോലും ഒരു ചാനലിൻ്റെയും പ്ലാറ്റ്ഫോമുകളിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതും കൂടെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരികയാണ്. അപ്പോഴാണ് അങ്ങ് പറയുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും എന്നുള്ളത് കൂടുതൽ മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞതിൻ്റെ പ്രാധാന്യമെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. ഒരു കാര്യമുണ്ട് അതിൽ ഞാൻ പറയുന്നത്, കോമഡി ഇതുവരെ കണ്ടില്ല എന്നേ നിങ്ങൾ പറഞ്ഞുള്ളൂ. ഇനി വരാൻ കിടക്കുന്നത് അങ്ങനെയുള്ള കോമഡികളാണ്. അതിലേക്കാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിവിടെ അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല അതങ്ങനെ എത്തിച്ചതും സാറ് പറഞ്ഞതുപോലെ ഈ ആരാണ് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. അതെ, ഓക്കെ, ശരി ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.